കുറ്റകൃത്യങ്ങൾ പരിഹരിക്കാൻ DNA പ്രൊഫൈലിംഗ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? DNA പ്രൊഫൈലിംഗ് എന്നത് ഒരു അത്യാധുനിക നടപടിക്രമമാണ്. അത് വ്യക്തികളെ അവരുടെ തനതായ ജനിതക ഘടനയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ സഹായിക്കും. ആളുകൾക്ക് ഒരേ കണ്ണിന്റെയും മുടിയുടെയും നിറവും സമാനമായ മുഖസവിശേഷതകളും ഉണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് ഒരേ DNA ഉണ്ടായിരിക്കില്ല. കുറ്റകൃത്യങ്ങൾ കൂടുതൽ കൃത്യമായി പരിഹരിക്കുന്നതിന് ഈ പ്രക്രിയ ഉപയോഗപ്രദമാകുമെന്നാണ് ഇതിനർത്ഥം. ഫോറൻസിക് ശാസ്ത്രജ്ഞർക്ക് കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും കിട്ടിയ DNAയെ സംശയമുള്ളവരിൽ നിന്നെടുത്ത DNA സാമ്പിളുകളുമായി താരതമ്യം ചെയ്യാൻ കഴിയും. പൊരുത്തമില്ലെങ്കിൽ ആ സംശയത്തെ തള്ളിക്കളയാൻ അവർക്ക് കഴിഞ്ഞേക്കും. അത്തരം സാങ്കേതിക വിദ്യ കഴിഞ്ഞ ദശകങ്ങളിൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ വിപ്ലവം സൃഷ്ടിച്ചു. കുറ്റവാളികളെ വെർച്വൽ ഉറപ്പോടെ തിരിച്ചറിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് കുറ്റവാളികളെ തിരിച്ചറിയുന്നത് എളുപ്പമാക്കുക മാത്രമല്ല, നിരപരാധികളെ അബദ്ധത്തിൽ ജയിലിൽ അടയ്ക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ DNA പ്രൊഫൈലിംഗിലെ പുരോഗതി DNA പരിശോധന സാധ്യമാകുന്നതിന് മുമ്പ് ശേഖരിച്ച DNA സമ്പന്നമായ വസ്തുക്കളുടെ സാമ്പിളുകൾ അടിസ്ഥാനമാക്കി ദശാബ്ദങ്ങൾ പഴക്കമുള്ള കേസുകൾ പരിഹരിക്കാൻ നിയമപാലകരെ സഹായിച്ചു. മറ്റു കേസുകളിൽ കുറ്റകൃത്യം നടന്ന സമയത്ത് ഒരു DNA പ്രൊഫൈൽ സൃഷ്ടിച്ചിരിക്കാം, എന്നാൽ പ്രാഥമിക ക്രിമിനൽ അന്വേഷണത്തിൽ ഒരു പൊരുത്തവും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകില്ല. DNA പ്രൊഫൈലുകൾ സംഭരിക്കാനും വേഗത്തിൽ തിരയാനും അനുവദിക്കുന്ന നിലവിലെ ഡാറ്റാബേസ് സാങ്കേതിക വിദ്യയ്ക്ക് നന്ദി. അതിനാൽ ഈ പ്രശ്നം മറികടക്കാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ആധുനിക DNA പ്രൊഫൈലിംഗിലേക്കുള്ള പാത വളരെ നീണ്ടതാണ്. ഇന്ന് ലഭ്യമായ വളരെ കൃത്യമായ പരിശോധനയും വിശകലന നടപടിക്രമങ്ങളും വികസിപ്പിക്കുന്നതിന് ഫോറൻസിക് ശാസ്ത്രജ്ഞർക്ക് പതിറ്റാണ്ടുകളുടെ അധ്വാനവും മികച്ച ട്യൂണിങ്ങും ആവശ്യമാണ്. കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിൽ DNA ഒരു പ്രധാന ഘടകമാണെങ്കിലും അത് മാത്രമല്ല. കുറ്റാന്വേഷണത്തിന്റെ മറ്റു വശങ്ങൾ, ഫോറൻസിക് സൈക്കോളജി പോലുള്ളവ കുറ്റവാളികളെ പിടികൂടുന്നതിൽ അഭിവാജ്യ ഘടകമായി തുടരുന്നു. ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുടെ പങ്ക്, ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ അവരുടെ സ്വാധീനം, പ്രൊഫഷന്റെ കരിയർ വീക്ഷണം എന്നിവയും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. DNA പ്രൊഫൈലിംഗിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് DNA എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഓരോ വ്യക്തിക്കും തനതായ DNA ഉണ്ട്. DNA എന്നാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ശരീരത്തിലെ കോശങ്ങളുടെ അവശ്യ നിർമ്മാണ ഘടകമാണിത്. DNA 4 കെമിക്കൽ ബേസുകളാൽ നിർമ്മിതമാണ്: അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ശരീരത്തിലെ ഓരോ കോശത്തിനും ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ ക്രോമസോമുകൾ അടങ്ങിയിരിക്കുന്നു. DNA തന്മാത്രകളാണ് ഈ ക്രോമസോമുകൾ നിർമ്മിക്കുന്നത്. ക്രോമസോമിൽ മാർക്കറുകൾ അടങ്ങിയിരിക്കുന്നു, ചെറിയ DNA സീക്വൻസുകൾ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പോയിന്റുകൾ. ഓരോ മാർക്കറിലും ഒരു സീക്വൻസ് എത്ര തവണ ആവർത്തിക്കുന്നു എന്നത് വ്യക്തിയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. ഓരോ വ്യക്തിക്കും 2 പകർപ്പുകളുണ്ട്. ഇവയെ മാർക്കറിന്റെ അല്ലേലുകൾ എന്ന് വിളിക്കുന്നു. ഒന്ന് അച്ഛന്റെ ഭാഗത്തു നിന്നും മറ്റൊന്ന് അമ്മയുടെ ഭാഗത്തു നിന്നും. ഫോറൻസിക് ശാസ്ത്രജ്ഞർക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ DNAയുടെ ഷോർട്ട് ടാൻഡം ആവർത്തനങ്ങൾ STR ഉപയോഗിക്കാം. DNA പാരമ്പര്യമായതിനാൽ DNA പരിശോധന നിയമപരമായ കേസുകളിൽ മാതൃത്വമോ പിതൃത്വമോ നിർണ്ണയിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളെ കസ്റ്റഡി, ശിശു സംരക്ഷണ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് വേണ്ടി. UK നാഷണൽ ഹെൽത്ത് സർവീസ് വിശദീകരിക്കുന്നത് പോലെ 2 വ്യക്തികളുടെ DNA രക്തപരിശോധനയോ കവിളിന്റെ ഉള്ളിൽ നിന്നെടുത്ത ഉമിനീർ സ്രവമോ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. പ്ലാസന്റയിൽ നിന്നെടുത്ത ടിഷ്യൂ ഉപയോഗിച്ചോ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് ചുറ്റുമുള്ള ആംനിയോട്ടിക് ദ്രാവകത്തിന്റെ സാമ്പിൾ ഉപയോഗിച്ചോ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് പോലും DNA പരിശോധന നടത്താവുന്നതാണ്. രോഗങ്ങളെയും രോഗങ്ങളെ സൂചിപ്പിക്കുന്ന ജനിതക വൈകല്യങ്ങൾ പരിശോധിക്കാനും ഇത്തരത്തിലുള്ള മാർഗം സ്വീകരിക്കാം. DNA ഒരു അദ്വിതീയ വ്യക്തിഗത ഐഡന്റിഫയർ മാത്രമല്ല, ഒരു വ്യക്തിയുടെ പൈതൃകത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താനും ഇതിന് കഴിയും. 23andMe, Ancestry.com എന്നിവ പോലുള്ള കമ്പനികൾ സ്വയം ചെയ്യേണ്ട DNA കിറ്റുകൾ വിൽക്കുന്നു. അവ ഉപഭോക്താവിന്റെ മുൻവാതിലിൽ എത്തിക്കുന്നു. വ്യക്തി ഒരു ഉമിനീർ സാമ്പിൾ നൽകുകയും വ്യക്തിയുടെ വംശപരമ്പര വിശകലനം ചെയ്യുന്നതിനായി കമ്പനിയിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു. എന്താണ് DNA പ്രൊഫൈലിംഗ് എന്നത് നമുക്ക് നോക്കാം. DNA പ്രൊഫൈലിംഗിന്റെ ആദ്യപടി പ്രസക്തമായ DNA സാമ്പിളുകൾ സംഘടിപ്പിക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ ത്വക്കിൽ നിന്നോ മുടിയുടെ വേരിൽ നിന്നോ അല്ലെങ്കിൽ രക്തം, ഉമിനീർ, ബീജം തുടങ്ങിയ ശരീര സ്രവങ്ങളിൽ നിന്നോ ഒരു ചെറിയ പങ്ക് അത്രമാത്രമേ DNA പ്രൊഫൈൽ നിർമ്മിക്കാൻ ആവശ്യമുള്ളൂ. പോലീസ് അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും DNA കണ്ടെത്താറുണ്ട്. അതിനുശേഷം കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്നവരോട് അവരുടെ DNA സാമ്പിൾ സ്വമേധയാ നൽകാൻ ആവശ്യപ്പെടും.
പ്രതിക്കെതിരെ ശക്തമായ തെളിവുണ്ടെങ്കിൽ DNA സാമ്പിൾ നൽകാൻ കോടതിക്ക് ഉത്തരവിടാം. ഫോറൻസിക് ശാസ്ത്രജ്ഞർക്ക് ഒരു സാമ്പിൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ശരീരദ്രവങ്ങളിലോ ടിഷ്യൂകളിലോ ഉള്ള കോശങ്ങളിൽ നിന്നും DNA വേർതിരിച്ചെടുക്കുകയും അത് പകർത്തുകയും ചെയ്യുന്നു. കാപ്പിലറി ഇലക്ട്രോഫോറസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയ ഉപയോഗിച്ച് അവർ പകർത്തിയ മാർക്കറുകൾ വേർതിരിക്കുന്നു. ഓരോ അല്ലിലും വ്യത്യസ്തമായ മാർക്കറുകളും ആവർത്തനങ്ങളുടെ എണ്ണവും തിരിച്ചറിയാൻ ഇത് അവരെ പ്രാപ്തരാക്കുന്നു. ഫോറൻസിക് ശാസ്ത്രജ്ഞർക്ക് ഈ ഡാറ്റ ഇലക്ട്രോഫോറോഗ്രാം എന്ന ചാർട്ട് ഉപയോഗിച്ച് വായിക്കുന്നു. അത് DNAയുടെ ശകലങ്ങൾ പ്ലോട്ട് ചെയ്യുകയും ഓരോ മാർക്കറിനും എത്ര ആവർത്തനങ്ങളുണ്ടെന്നും അവ എവിടെയാണ് സംഭവിക്കുന്നതെന്നും കാണിക്കുന്നു. ഈ ചാർട്ടിനെ അടിസ്ഥാനമാക്കി ഫോറൻസിക് ശാസ്ത്രജ്ഞർ നിയമനിർവഹണ ഉദ്യോഗസ്ഥർക്ക് വായിക്കാൻ കഴിയുന്ന ഒരു DNA പ്രൊഫൈൽ നിർവചനം സൃഷ്ടിക്കുന്നു. ഈ നിർവചനത്തിൽ സംഖ്യകളുടെ ഒരു ലളിതമായ ലിസ്റ്റ് അടങ്ങിയിരിക്കുന്നു. വ്യക്തിയുടെ ജീനോമിലുടനീളം 20 മാർക്കർ പോയിന്റുകളുടെ ഓരോ അല്ലീലിലും എത്ര ആവർത്തന യൂണിറ്റുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഫോറൻസിക് സയൻസ് കമ്മ്യൂണിറ്റിയിൽ DNA പ്രൊഫൈലിംഗിന്റെ ആദ്യത്തെ അംഗീകൃത കേസ് കൊളിൻ പിച്ച്ഫോർക്കിന്റേതായിരുന്നു. 1986 ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ ഡോൺ ആഷ്വർത്ത് എന്ന പെൺകുട്ടി ലൈംഗികമായി ആക്രമിക്കപ്പെടുകയും കൊലപ്പെടുകയും ചെയ്തു. റിച്ചാർഡ് ബാക്ക്ലാൻഡ് എന്നയാൾ കുറ്റം സമ്മതിച്ചെങ്കിലും കൊലയാളി ഇയാളാണെന്ന് പോലീസിന് ഉറപ്പില്ല. അവർ സഹായത്തിനായി ലെസ്റ്റർ സർവകലാശാലയിലെ ജനിതകശാസ്ത്ര പ്രൊഫസറായ അലക്സ് ജെഫ്രിസിനെ സമീപിച്ചു. ഓരോ വ്യക്തിയുടെയും DNA ഒരു വ്യക്തിയുടെ DNA മറ്റൊരാളിൽ നിന്നും തിരിച്ചറിയാൻ ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത പാറ്റേണുകൾ പ്രകടിപ്പിക്കുന്നതായി ജെഫ്രിസ് മുമ്പ് കണ്ടെത്തിയിരുന്നു. ജെഫ്രിസ് സംഭവ സ്ഥലത്തു നിന്നുള്ള DNAയെ ബാക്ക്ലാൻഡിന്റെ DNAയുമായി താരതമ്യം ചെയ്തു. പോലീസ് സംശയിച്ചതുപോലെ അത് പൊരുത്തപ്പെടുന്നില്ല. തങ്ങളുടെ പേരുകൾ മായ്ക്കാനും കുറ്റവാളിയെ കണ്ടെത്താൻ സഹായിക്കാനും ആഗ്രഹിക്കുന്ന ലെസ്റ്റർ ഏരിയയിലെ പുരുഷന്മാർ സ്വമേധയാ നൽകിയ 4000 DNA സാമ്പിളുകൾ ജെഫ്രിസ് വിശകലനം ചെയ്തു. എന്നിട്ടും പൊരുത്തമൊന്നും കണ്ടെത്തിയില്ല. യഥാർത്ഥ കുറ്റവാളിയുടെ പേരിൽ ഒരു തെറ്റായ സാമ്പിൾ നൽകാൻ തനിക്ക് പണം ലഭിച്ചതായി ഒരാൾ സമ്മതിച്ചു. കൊളിൻ പിച്ച്ഫോർക്ക് എന്നയാൾ. പിച്ച്ഫോർക്കിന്റെ DNA പരിശോധിച്ചപ്പോൾ അത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ DNAയുമായി പൊരുത്തപ്പെടുകയും 1988 ജനുവരിയിൽ ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. തെറ്റായി ശിക്ഷിക്കപ്പെട്ടവരെ കുറ്റവിമുക്തരാക്കാനും DNA പ്രൊഫൈലിംഗ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് 1978 ഇരട്ട കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട 70-കാരനായ ക്രെയ്ഗ് കൊളിയെ DNA പരിശോധനയിലൂടെ 2017 കാലിഫോർണിയ ജയിലിൽ നിന്നും മോചിതനാക്കുകയുണ്ടായി. കൊളിയെ പരോൾ ഇല്ലാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. വിചാരണയ്ക്കിടയിലും അതിനുശേഷവും അദ്ദേഹം തന്റെ നിരപരാധിത്വം തുറന്നു പറഞ്ഞു. 2015 കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നുള്ള ജൈവ സാമ്പിളുകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ DNA കൊളിയുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും മറ്റാളുകളുടെ DNA ഉണ്ടെന്നും ഫലങ്ങൾ കാണിച്ചു. ഐറ പോലീസ് പറയുന്നതനുസരിച്ച് കോലി ശിക്ഷിക്കപ്പെട്ട 1970-കളിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ DNA സാമ്പിൾ പരിശോധിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമല്ലായിരുന്നു. DNA പരിശോധനയിലൂടെ 1989 മുതൽ US-ൽ കുറ്റവിമുക്തരാക്കപ്പെട്ടവരെ 350-ലധികം ആളുകളിൽ ഒരാളാണ് കൊലിയെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. DNA പ്രൊഫൈലിംഗിന്റെ ചരിത്രം. മുകളിൽ പറഞ്ഞതുപോലുള്ള ഉദാഹരണങ്ങൾ സാധ്യമാക്കുന്ന വളരെ കൃത്യമായ പരിശോധനാ നടപടിക്രമങ്ങൾ വികസിപ്പിക്കാൻ ഫോറൻസിക് ശാസ്ത്രജ്ഞർക്ക് വർഷങ്ങളെടുത്തു. ഇന്ന് STRകളിലേക്ക് മാറിയതിനാൽ ഈ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാണ്. DNA പ്രൊഫൈലിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കിയ മറ്റൊരു മുന്നേറ്റം ജെൽ ഇലക്ട്രോഫോറസിസിൽ നിന്നും കാപ്പിലറി ഇലക്ട്രോഫോറസിസിലേക്ക് DNA വേർതിരിക്കുന്നതാണ്. കൂടാതെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ PCR എന്നറിയപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ വികസനം കാരണം DNA വിശകലനം വളരെയധികം പുരോഗമിച്ചു. ഈ പ്രക്രിയയിൽ DNA സാമ്പിളുകൾ സൈക്കിളുകളിൽ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്നു. ആത്യന്തികമായി DNAയെ വർദ്ധിപ്പിക്കുകയും ശകലങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഈ വികാസത്തോടെ ഫോറൻസിക് ശാസ്ത്രജ്ഞർക്ക് ചെറിയ അളവിലുള്ള ജൈവ തെളിവുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. ഉദാഹരണത്തിന് ആദ്യകാലങ്ങളിൽ ഒരു പ്രൊഫൈലിനായി വേണ്ടത്ര DNA ലഭിക്കുന്നതിന് കുറഞ്ഞത് ഒരു പൈസയുടെയോ ക്വാർട്ടറിന്റെയോ വലിപ്പമുള്ള രക്തക്കറ ആവശ്യമായിരുന്നു. എന്നാൽ PCR ടെസ്റ്റ് ചെറിയൊരു അംശം മാത്രം മതി. ഇന്നത്തെ DNA പ്രൊഫൈലിംഗ് കൂടുതൽ സെൻസിറ്റീവ് ആണ്. തൽഫലമായി അന്വേഷകർക്ക് പലപ്പോഴും ഒരു ക്രിമിനൽ ഉപയോഗിക്കുന്ന ചർമ്മകോശങ്ങളിൽ നിന്നും DNA വീണ്ടെടുക്കാൻ സാധിക്കും. ഒന്നിലധികം വ്യക്തികളുടെ DNAയെ തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിയും. DNA ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിലെയും പ്രക്രിയകളിലെയും ഇത്തരം മുന്നേറ്റങ്ങൾ നൂതന DNA പ്രൊഫൈലിംഗ് വളരെ ഉപയോഗപ്രദമാക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഡാറ്റാബേസ് സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയാണ് മറ്റൊരു വശം. കമ്പ്യൂട്ടർ ഡാറ്റാബേസുകളിൽ സംഭരിച്ചിരുന്ന DNA ഡാറ്റയുടെ വലിയ അളവുകൾ പരിശോധിക്കാൻ നിയമപാലകർക്ക് കഴിയുമ്പോൾ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കളുമായി പൊരുത്തക്കേടുകൾ കണ്ടെത്തുന്നതിന് അവർക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI
DNA പ്രൊഫൈലുകൾ താരതമ്യം ചെയ്യാൻ കമ്പ്യൂട്ടറും DNA സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന കമ്പൈൻഡ് DNA സൂചിക സിസ്റ്റം അല്ലെങ്കിൽ കോഡസ് എന്നിവയെ ആശ്രയിക്കുന്നു. ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ബീജമോ രക്തമോ പോലുള്ള ജീവശാസ്ത്രപരമായ തെളിവുകൾ കണ്ടെടുത്ത സാഹചര്യങ്ങളിൽ ഇതിന് അന്വേഷണാത്മക ലീഡുകൾ സൃഷ്ടിക്കാൻ കഴിയും. ഓരോ കോഡസ് പ്രൊഫൈലിനും ഒരു സ്പെസിമെൻ ഐഡന്റിഫയർ, പ്രോസസിംഗ് ലാബിന്റെ ഐഡന്റിഫയർ, യഥാർത്ഥ DNA പ്രൊഫൈൽ എന്നിവയുണ്ട്. വ്യത്യസ്തമായ അന്വേഷണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ലീഡുകൾ പങ്കിടുന്നതിനും വിവിധ അധികാര പരിധിയിലെ നിയമപാലകർക്ക് കോഡസ് ഉപയോഗിക്കാനാവും. കോഡസ് വഴി സൃഷ്ടിക്കുന്ന പൊരുത്തങ്ങൾ സംശയിക്കുന്നയാളുടെ ഐഡന്റിറ്റി കൃത്യമായി കണ്ടെത്താൻ നിയമപാലകരെ സഹായിക്കുന്നു. ചില കേസുകളിൽ DNA പ്രൊഫൈലിംഗ് ആവശ്യങ്ങൾക്കായി പോലീസിന് ഈ ഫയലുകൾ പരിശോധിക്കാനും ക്രിമിനൽ സംശയമുള്ളവരുമായി ബന്ധമുള്ളവരോ ആയ വ്യക്തികളെ തിരയാനും കഴിയും. ഉദാഹരണത്തിന് 2019 വിസ്കോൺസിനിൽ 35 വർഷം പഴക്കമുള്ള കോൾഡ് കേസ് കൊലപാതകം DNA വംശാവലി ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് പരിഹരിച്ചു. 1984 മിൽവാക്കിയിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തിയ ബീജത്തെ അടിസ്ഥാനമാക്കി കുറ്റവാളികളുടെ DNA പ്രൊഫൈൽ തയ്യാറാക്കാൻ പോലീസിന് കഴിഞ്ഞു. ആ സമയത്ത് സംശയാസ്പദമായി ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ സാമ്പിളിന്റെ പൊരുത്തം കണ്ടെത്താൻ പോലീസിനു കഴിഞ്ഞില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം കുറ്റവാളിയുമായി ബന്ധമുള്ള ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് കരുതി ദശലക്ഷക്കണക്കിന് DNA പ്രൊഫൈലുകൾ ഉൾക്കൊള്ളുന്ന വംശാവലി ഡാറ്റാബേസുകളിലൂടെ പോലീസ് തിരയാൻ തുടങ്ങി. കൊലയാളിയുടെ രണ്ടാമത്തെ ബന്ധുവായ ഒരു വ്യക്തിയെ അവർ തിരിച്ചറിഞ്ഞു. ഈ കുടുംബ ബന്ധത്തിലൂടെ കുടുംബ പാരമ്പര്യത്തെ കണ്ടെത്താനും കൊലയാളിയെ കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞു. 30 വർഷം മുമ്പ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തുനിന്നും ശേഖരിച്ച സാമ്പിളുകളുമായി DNA പൊരുത്തപ്പെടുന്നു. DNA പ്രൊഫൈലിംഗ് ക്രിമിനൽ സംവിധാനത്തിന്റെ കൃത്യത വർദ്ധിപ്പിക്കുന്നു. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഉയർന്ന സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ ദൃക്സാക്ഷി വിവരങ്ങൾ വിശ്വസനീയമാകണമെന്നില്ല. ന്യൂറോ സയൻസ് ഓഫ് മെമ്മറി, കോടതി മുറിക്കുള്ള പ്രത്യാഘാതങ്ങൾ എന്ന ലേഖനത്തിൽ മെമ്മറി വൈകൃതങ്ങൾ ദൃക്സാക്ഷികളുടെ സാക്ഷ്യത്തിൽ സംശയം ജനിപ്പിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. DNA സാങ്കേതിക വിദ്യയുടെ ശക്തിയുമായി ചേർന്ന് DNA ശേഖരണത്തിലെയും വിശകലനത്തിലെയും പുരോഗതി ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ പലതരത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. എന്നിരുന്നാലും DNA പ്രൊഫൈലിംഗ് വളരെ കൃത്യമാണെങ്കിലും കുറ്റവാളികളെ പിടികൂടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ഇത് മൊത്തത്തിലുള്ള ക്രിമിനൽ നീതിന്യായ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വ്യക്തിയെ കുറ്റവാളിയാക്കാൻ DNAയേക്കാൾ കൂടുതൽ ആവശ്യമാണ് ഫോറൻസിക് സൈക്കോളജി. ആരാണ് കുറ്റകൃത്യം ചെയ്തത്, എന്തുകൊണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾക്ക് കഴിയും. ഒരു വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാനും ഇത് സഹായിക്കും. DNA പ്രൊഫൈലിംഗിന് നിസ്സംശയമായും ധാരാളം പ്രായോഗിക ഉപയോഗങ്ങളുണ്ടെങ്കിലും ചില പോരായ്മകളുണ്ട്. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളിൽ നിന്നുള്ള DNA ഡാറ്റ സംഭരിക്കുന്നതിന് നിയമപാലകരുടെ കാര്യത്തിൽ ധാർമ്മികവും സ്വകാര്യവുമായ ആശങ്കകൾ. ഒരു വ്യക്തിയുടെ DNA സൂക്ഷിക്കുന്നത് അവർ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വകാര്യതയ്ക്കുള്ള അടിസ്ഥാന മനുഷ്യാവകാശത്തിന്റെ ലംഘനമായി കാണാവുന്നതാണ്. DNA പ്രൊഫൈലിംഗ് സംബന്ധിച്ച മറ്റൊരു ആശങ്ക നടപടിക്രമം തന്നെയാണ്. വളരെ കൃത്യമാണെങ്കിലും ഇത് 100% ഫുൾ പ്രൂഫ് അല്ല. ഉദാഹരണത്തിന് ഒരു ഭാഗിക DNA പ്രൊഫൈൽ, പൂർണ്ണമല്ലാത്ത ഒന്നിലധികം ആളുകളുമായി പൊരുത്തപ്പെടാം. അത് നിർണായക തെളിവായി വർത്തിക്കരുത്. DNA ദുരുപയോഗം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി തെറ്റിദ്ധരിക്കുകയോ ചെയ്യാം. ഇത് നീതി നിഷേധത്തിനും കാരണമാകുന്നു. 2011 അശ്രദ്ധമായ ലാബിലെ പിഴവ് ഒരു നിരപരാധിക്കെതിരെ ബലാത്സംഗത്തിന് കുറ്റം ചുമത്തി. കാരണം അയാളുടെ DNA ഇരയിൽ നിന്നും എടുത്ത ബീജ സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തി. ലാബിൽ അതിന്റെ ഫയലുകൾ മാറിപ്പോയതാണെന്ന് പിന്നീട് വ്യക്തമായി. ചുരുക്കത്തിൽ DNA ക്രിമിനൽ നീതിന്യായ പസിലിന്റെ ഒരു ഭാഗം മാത്രമാണ്. മറ്റ് അന്വേഷണാത്മകവും വിശകലനപരവുമായ ഉപകരണങ്ങളെ മാറ്റി നിർത്തരുത്. ഒരു വ്യക്തിക്ക് DNA പരിശോധന നടത്താൻ ഉത്തരവിടാനുള്ള കോടതിയുടെ അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെയും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20(3) പ്രകാരമുള്ള സ്വയം കുറ്റാരോപണത്തിന് എതിരായ അവകാശത്തെയും ലംഘിക്കുന്നു. ഇത് ഒരു കുറ്റവാളിയെ അയാൾക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് DNA പ്രൊഫൈലിംഗ് ടെക്നിക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള തെളിവുകൾ പരിഗണിക്കാൻ ഇന്നും കോടതികൾ പലപ്പോഴും മടിക്കുന്നത്. DNA പ്രൊഫൈലിംഗിന്റെ സാങ്കേതികത ഫലപ്രദമാണ്. കൃത്യമായി നടപ്പാക്കിയാൽ നീതി നിർവഹണത്തിൽ അതിന്റെ സ്വാധീനം വളരെ വലുതായിരിക്കും. ഇത് ക്രിമിനൽ വിചാരണകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പാക്കലിന്റെ ഭാരം കുറയ്ക്കും. കൂടാതെ DNA തെളിവുകൾ ഒരു വ്യക്തിയെ കുറ്റക്കാരനാണെന്ന് മാത്രമല്ല, തെറ്റായ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തരാക്കുന്നതിനും അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അത്തരം ഫോറൻസിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമ്പോൾ എല്ലാ ഭാഗത്തും നീതി ഉറപ്പാക്കുന്നുവെന്ന് കോടതിക്ക് ഉറപ്പുവരുന്നു. DNA പ്രൊഫൈലിംഗിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെങ്കിലും അതിന് ഇപ്പോഴും വൈകല്യങ്ങളുണ്ട്. അത് ഉചിതമായി ശ്രദ്ധിക്കേണ്ടതാണ്.
അതിനാൽ ന്യായവും വ്യക്തവുമായ DNA സാങ്കേതിക നിയമങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കൂടാതെ നീതിന്യായ വ്യവസ്ഥയുടെ നിലവിലുള്ള ചട്ടക്കൂട് ഭേദഗതി ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇത് ഭരണഘടനാപരമായ അവകാശങ്ങളും പൊതു താൽപര്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരിക്കുകയും DNA പ്രൊഫൈലിംഗ് സാങ്കേതികതയിൽ ഉത്തരവാദിത്വവും സുതാര്യതയും കൊണ്ടുവരുന്നതിന് സഹായിക്കുകയും ചെയ്യും.